പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, നിങ്ങൾക്ക് ഈ മാസം പൊതുവായി സാമ്പത്തികം, ജോലി, ബിസിനസ്, കുടുംബം, ആരോഗ്യം, വിവാഹ വിഷയങ്ങൾ തുടങ്ങിയവയിൽ അല്പം പ്രതികൂല ഫലങ്ങളും, വാഹനം, വസ്തു, പഠനം, സന്താനം എന്നീ വിഷയങ്ങളിൽ അനുകൂല ഫലങ്ങളും ഉണ്ടായി വരും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് നൽകുക. മേഡം രാശിക്കാർക്ക് പൊതുവായിട്ട് ഉള്ള ഒരു സവിശേഷതയാണ് മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുക എന്നുള്ളത്. അത് തീർച്ചയായും കാലക്രമേണ നിങ്ങളെ ഒരു ഉപയോഗ വസ്തുവായി തീർക്കും. അതായത് മറ്റുള്ളവരാൽ ഉപയോഗിക്കപ്പെടുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുള്ള രാശിക്കാരാണ് മേഡം രാശിക്കാർ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങളും ഉപകാരങ്ങളും ചെയ്യുമ്പോൾ അത് നമ്മൾ അവരാൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതിൽ ഒരു ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് മേഡം രാശിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസം. നോ പറയേണ്ടിടത്ത് പലപ്പോഴും നോ പറയാൻ പറ്റാറില്ല എന്നുള്ളത് തീർച്ചയായും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഓരോ വിഷയത്തിലേക്കും ഈ മാസത്തെ ഫലങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. സാമ്പത്തികമായി മേഡം രാശിക്കാർക്ക് സ്വല്പം പ്രതികൂല മാസമാണ്. ശുക്രൻ 6ാം ഭാവത്തിൽ നീചനായി മാസത്തെ ആദ്യ ദിവസത്തെ ഗ്രഹനിലയിൽ നിൽക്കുന്നത് കടബാധ്യതകളിലേക്ക് പലിശ അടച്ചുകൊണ്ടോ പെട്ടെന്ന് ആരെങ്കിലും അത്യാവശ്യം കടം ചോദിച്ചത് കൊണ്ടോ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് കോട്ടം വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ദുർച്ചെലവുകൾ വരുവാനും സാധ്യതയുണ്ട്. വസ്തുവായി ബന്ധപ്പെട്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത്. പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ വിറ്റ് അതിലൂടെ ധനം വരുവാനും, അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ഒരു രീതിയിലുള്ള ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭൂമി വാങ്ങുവാനും ജാതകത്തിലെ യോഗവും സമയവും അനുകൂലമാണെങ്കിൽ തീർച്ചയായും സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വിദേശത്തോ സ്വദേശത്തോ നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. സ്വദേശത്താണ് വിദേശത്തേക്കാൾ കൂടുതൽ അഭികാമ്യമായിട്ട് കാണുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മേടക്കൂറുകാർക്ക് അല്പം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് അന്തിമമായി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരും. സ്വദേശത്ത് ജോലി ചെയ്യുന്ന, സാധാരണ ജോലികളൊക്കെ ചെയ്യുന്ന മേടക്കൂറുകാർക്ക് സ്വല്പം കഷ്ടകാലം തന്നെയാണ്. തീർച്ചയായും നമ്മളുടെ കഠിനാധ്വാനത്തിന് ഇപ്പോഴല്ലെങ്കിലും പിന്നീട് ഗുണഫലം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ നോക്കി മുന്നേറി കൊണ്ടിരിക്കുന്ന മേഡം രാശിക്കാർ ഈ കഷ്ടപ്പാടുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നേറ്റം തുടരേണ്ടതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്പം പ്രതികൂലമാണ്. ശുക്രന്റെ പ്രതികൂലമായിട്ടുള്ള സ്ഥിതി മേഡം രാശിക്കാർക്ക് ബിസിനസ്സിലും വലിയ ഗുണങ്ങൾ തരുവാൻ ഇടയില്ല. പുതിയ എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കാൻ നിങ്ങൾ പദ്ധതിയിടുന്നു എങ്കിൽ ഈ മാസം മാറ്റിവെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിങ്ങളുടെ ജാതകത്തിലെ സമയവും മോശമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ മാസം ബിസിനസ്സുകളൊന്നും തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് അഭികാമ്യം. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശത്രുതകൾ വരുവാനും, സഹോദരങ്ങളുമായി തെറ്റിപ്പിരിയാനും, സ്വത്ത് തർക്കങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ വരാൻ ഇടയുള്ള മേടക്കൂറുകാർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹം നോക്കുന്ന മേടക്കൂറുകാർക്കും ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. വിവാഹം കഴിച്ച് ദമ്പതിമാരായി കഴിയുന്ന മേടക്കൂറുകാർ തീർച്ചയായും കലഹങ്ങൾ, അതുപോലെ ശത്രുതകളും ഇല്ലാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. സന്താനങ്ങളിൽ നിന്നും അഭിവൃദ്ധിയും, സന്താനങ്ങളിലൂടെ ധനലാഭവും, സന്താനങ്ങളിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യവും പ്രശസ്തിയും വർദ്ധിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങളുടെ സന്താനങ്ങളുടെ ഇഷ്ടങ്ങളെ യഥാവിധി തിരിച്ചറിഞ്ഞ് ആ ഒരു മേഖലയിൽ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നത് തീർച്ചയായും ഗുണം ചെയ്യും. ആരോഗ്യകാര്യത്തിൽ മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതശൈലി കൊണ്ടും അലസത കൊണ്ടുമൊക്കെ
അല്ലെങ്കിൽ ആങ്സൈറ്റി, ടെൻഷൻ മുതലായവയിലൂടെ നമ്മുടെ മാനസികാരോഗ്യവും അതുവഴി ശാരീരിക ആരോഗ്യവും തകരാറിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പരിഹാരമായി ഈ മാസം പ്രധാനമായും ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ അലങ്കാര പൂജയും അതുപോലെ തന്നെ പുഷ്പമാലകൾ സമർപ്പിക്കുന്നതും ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല പരിഹാരം നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മൾ മറ്റുള്ളവരിൽ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, കാണപ്പെടുന്നു എന്നുള്ള വിഷയത്തിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിയുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. നിങ്ങളുടെ ദിനചര്യകളിലും അതുപോലെ പ്രാർത്ഥനകൾ, അതുപോലെ ധ്യാനം, യോഗ തുടങ്ങിയവ പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും. എല്ലാ മേടക്കൂറുകാർക്കും നല്ല ഒരു സെപ്റ്റംബർ മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.